എറണാകുളം ജില്ലയെ സംബന്ധിച്ച വസ്തുതകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. ഇതുപോലെ മുസ്ലിങ്ങൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലും ഹിന്ദുക്കൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലുമാണ്. ഏപ്രിൽ 1 നിലവിൽ വന്ന ജില്ലയാണ് എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം. ഇത് സംബന്ധിച്ച് 1990 പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിഖ് മതക്കാരുള്ള ജില്ലയും ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയും എറണാകുളമാണ്. വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1ാം സ്ഥാനത്ത് ഉള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല എറണാകുളമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ബച്ചത്ത് ജില്ലയും എറണാകുളമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കൻ പറവൂരിലാണ് 1982. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല കാക്കനാട് എന്ന സ്ഥലത്താണ്. ഫർണിച്ചറിന് പ്രസിദ്ധമായ എറണാകുളം ജില്ലയിലെ ഗ്രാമമാണ് നെല്ലിക്കുഴി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിക്കപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജാണ് കുമ്പളങ്ങി. ഗോത്തിടുത്ത് ദ്വീപ് എറണാകുളം ജില്ലയിലാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിച്ചിരിക്കുന്നതും എറണാകുളത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് കടവന്ത്രയിലാണ്. കുരുമല വിനോദസഞ്ചാര പദ്ധതി എറണാകുളം ജില്ലയിലാണ്. ആംഫോറ ഭരണികളുടെ അവശിഷ്ടം ലഭിച്ച കേരളത്തിലെ സ്ഥലമാണ് പട്ടണം. കേരള ബാങ്കിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചിയിലാണ്. ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. സെന്റ് തോമസ് കപ്പലിറങ്ങിയ മാല്യങ്കര എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചി ദിവാനായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് കേന്ദ്ര ധനമന്ത്രിയും ആയിട്ടുണ്ട്. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി കൊച്ചിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വെണ്ടുരുത്തി ദ്വീപ് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കപ്പെട്ടത് കാക്കനാട് എന്ന സ്ഥലത്താണ്. ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേരാണ് പോഞ്ഞിക്കര അല്ലെങ്കിൽ മുളവുകാട്. കേരളത്തിൽ മാർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്നത് ആലുവയിൽ പെരിയാർ നദിക്ക് കുറുകെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിലെ ആദ്യത്തെ IPL ടീമാണ് കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കേരളത്തിൽ ആദ്യമായി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ പ്രധാന തുറമുഖമാണ് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇത് കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാനായി മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് രൂപം കൊണ്ട ദ്വീപാണ്. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ്. കേരളത്തിലെ ഇന്റർനെറ്റ് ഗേറ്റ്വേ കൊച്ചിയാണ്. ബൈപ്പാസ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി എറണാകുളത്തെ അമൃത ആശുപത്രിയാണ്. കേരളത്തിലെ ആദ്യത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇടപ്പള്ളിയാണ്. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സുധീന്ദ്രനാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയാണ്. 2003 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് ഇതിന് നേതൃത്വം നൽകിയത്. നിയമലംഘനത്തിന്റെ പേരിൽ കേരളത്തിൽ പൊളിച്ചു മാറ്റപ്പെട്ട ആദ്യത്തെ ഫ്ളാറ്റ് സമുച്ചയമാണ് ഹോളി ഫെയ്ത്ത്. നെക്ടർ ഓഫ് ലൈഫ് എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് സ്ഥാപിതമായത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ സിഖ് ഗുരുദ്വാര സ്ഥാപിതമായത് തേവരയിലാണ്.
രണ്ടാമത്തേത് തിരുവനന്തപുരം ജില്ലയിൽ കരമനയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മേൽനോട്ടം വഹിച്ച ജപ്പാനീസ് കമ്പനിയാണ് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായ ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് വൈപ്പിൻ ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ബാംബു ഇന്നൊവേഷൻ സെന്റർ അങ്കമാലിയിലാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് പോത്തണിക്കാട്. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് FC കൊച്ചിനാണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് MV റാണി പത്മിനി 1981. കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് സ്ഥാപിതമായ സ്ഥലം കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായി 70mm തിയേറ്റർ ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ സ്ഥാപിച്ചത് എറണാകുളത്താണ്. ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. 2004 ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അന്നമ്മ ജേക്കബ്. 1968 കവളങ്ങാട് പഞ്ചായത്തിലാണ് അവർ പ്രസിഡന്റായത്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് തുടങ്ങിയത് ഐരാപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങ്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ കൊച്ചിയിലാണ് ആരംഭിച്ചത്. ബിനാലേക്ക് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി മാഹ്വാൻ ആണ്. ATMിലൂടെ പാൽ ലഭ്യമാകുന്ന സംവിധാനം മിൽമ കേരളത്തിലായി ആദ്യമായി ആവിഷ്കരിച്ചത് കൊച്ചിയിലാണ്. കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. മന്നത്ത് പത്മനാഭന്റെ സഹധർമ്മിണിയായ അവർ 1925 കൊച്ചി നിയമസഭ ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ അംഗമായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഫുൾ ഫോർമാറ്റ് ഷോപ്പിംഗ് മാളാണ് കൊച്ചിയിലെ ഒബറോൺ മാൾ. കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് മണി ഓർഡർ സ്റ്റേഷൻ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ സ്ഥലം കൊച്ചിയാണ്. 1923. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിക്കപ്പെട്ടത് കൊച്ചിയിലാണ്. UGCയുടെ സ്വയംഭരണ പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കാർ കോളേജാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA ആണ് E. ഗോപാലകൃഷ്ണ മേനോൻ. 1949 അദ്ദേഹം കൊച്ചി നിയമസഭയിൽ അംഗമായത്. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് കൊച്ചി. കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിക്കും വൈപ്പിൻ ദ്വീപിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഒരു ജങ്കാറിലാണ് സ്ഥാപിച്ചത്. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 2004 ആരംഭിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിൽ പവലിയൻ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയമാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. കേരളത്തിൽ ATM സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സഹകരണ ബാങ്കാണ് എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ IT പാർക്കാണ് കൊച്ചിയിലെ ടെക്നോപോളിസ്. പാചകവാതകം പൈപ്പിലൂടെ ലഭിക്കുന്ന സംവിധാനം, അതായത് സിറ്റി ഗ്യാസ്, കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ സ്ഥലമാണ് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാലയാണ് FACT, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്നാണ് പൂർണ്ണരൂപം. ഇത് ആലുവയിലാണ്. രാജ്യത്തെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം സ്ഥാപിച്ചത് കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ദ്വീപിലാണ്. കേരളത്തിൽ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ് 1937 കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളിയാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. 1568 നിർമ്മാണം പൂർത്തിയായത്. ഇത് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലമാണ്.
കൊച്ചി രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയമാണ് കാലിയമേനി. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള ചുമർചിത്രം കാണപ്പെടുന്ന ആരാധനാലയമാണ് അങ്കമാലി വലിയ പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാലയാണ് FACT. ലോകത്തിലെ ഏറ്റവും വലിയ DDT ഉൽപാദനശാലയാണ് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ്, ആലുവ. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപാണ് വൈപ്പിൻ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപും വൈപ്പിനാണ്. ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ നദിയാണ് മൂവാറ്റുപുഴയാറ്. ഇത് 4 ജില്ലകളിലൂടെ കടന്നുപോകുന്നു. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടത് ശങ്കരാചാര്യരാണ്. ഗോശ്രീ എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. ഋഷിനാഗക്കുളം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് എറണാകുളം. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് എറണാകുളം. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ പഴയ പേരാണ് വാർക്കത്തുരുത്ത്. കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത് വാഴക്കുളമാണ്. പറങ്കികൾ ഡയാംപേർ എന്ന് വിളിച്ച സ്ഥലമാണ് ഉദയംപേരൂർ. കല്ലിൽ ജൈനക്ഷേത്രത്തിന്റെ പഴയ പേര് കുണവായിൽ കോട്ടം എന്നാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. കേരള മീഡിയ അക്കാദമിയുടെ പഴയ പേരാണ് കേരള പ്രസ് അക്കാദമി. 1979 ഇത് സ്ഥാപിക്കപ്പെട്ടത്. കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി എന്നറിയപ്പെട്ടത് KP വള്ളോനാണ്. ഇടമലയാർ പദ്ധതി എറണാകുളം ജില്ലയിലാണ്. മട്ടാഞ്ചേരിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് റവറൻ ഡൗസനാണ് 1818. IAS രാജിവെച്ച് സാഹിത്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയ മലയാളിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ചിന്മയ മിഷന്റെ സ്ഥാപകനായ സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നു. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ് കാലടി. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കടവന്ത്രയിലാണ്. എന്നാൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കലൂരിലാണ്. ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും ചങ്ങമ്പുഴ സ്മാരകവും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇടപ്പള്ളി. കേരളത്തിൽ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ ആസ്ഥാനവും കൊച്ചിയാണ്. കേരള അഗ്രോ മിഷണറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണിയാണ്. കേരള കൊങ്കണി അക്കാദമി എറണാകുളത്താണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. 1945 സ്ഥാപിതമായ ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവയാണ്. ഇന്റർനാഷണൽ പേപ്പർ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ കേരളത്തിലെ സർക്യൂട്ട് ബെഞ്ച് കൊച്ചിയിലാണ്. കേരള ചരിത്രത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ച ഏക രാജാവാണ് വില്ലാർവട്ടം തോമാരാജാവ്. കോട്ടയിൽ കോവിലകം ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലാർവട്ടം. കേരളത്തിലെ ഏക വാമന ക്ഷേത്രം തൃക്കാക്കരയിലാണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈന്ദവ ക്ഷേത്രം, ജൂതപ്പള്ളി, മോസ്ക്, ചർച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചേന്നമംഗലം. പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനം എന്ന നിലയിലും ചേന്നമംഗലം പ്രസിദ്ധമാണ്. കേരള നിയമസഭാംഗമായി നിയമസഭയ്ക്ക് പുറത്തു വച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗമാണ് മത്തായി ചാക്കോ. അസുഖബാധിതനായി അദ്ദേഹം കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ കഴിയവെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊച്ചി രാജ്യത്തെ താലൂക്കുകൾ അറിയപ്പെടുന്ന പേര് കോവിലകത്തും പാതിരികൾ എന്നാണ്. സമാനമായി തിരുവിതാംകൂറിലെ താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നായിരുന്നു.